ഒരു അമലായി സ്വീകരിക്കുമാറാവട്ടെ. ഇന്ന് നമ്മുടെ റിയാദുസ് സ്വാലിഹീൻ ക്ലാസ് ആണ്. ഇൻഷാ അല്ലാഹ് റിയാദുസ് സ്വാലിഹീൻ ക്ലാസ് മറന്നിരുന്നോ? ഏതായാലും ക്ലാസ്സിലേക്ക് നമുക്ക് പ്രവേശിക്കാം. അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാവട്ടെ. അൽഹംദുലില്ലാഹ്. اللهم صل وسلم وبارك على سيدنا محمد وعلى آله وأصحابه أجمعين. أما بعد، اللهم علمنا ما ينفعنا وانفعنا بما علمتنا وزدنا علما نافعا. اللهم اغفر لنا ولوالدينا ولأساتذتنا ولتلاميذنا ولسائر المسلمين أجمعين، لا سيما لأئمة هذا الدين. آمين برحمتك يا أرحم الراحمين. إن شاء الله ഇന്ന് നമുക്ക് പ്രവേശിക്കാനുള്ളത് റിയാദുസ് സ്വാലിഹീനിന്റെ ഹദീസിന്റെ ഭാഗങ്ങളിലേക്കാണ്. നമ്മൾ കഴിഞ്ഞ ആഴ്ച അതിന്റെ മുഖദ്ദിമ ആമുഖം മാത്രം നമുക്ക് വായിച്ചുകൊണ്ട് അവസാനിപ്പിക്കുകയാണ് ചെയ്തത്. ഇന്ന് നമുക്ക് അതിന്റെ വിഷയങ്ങളിലേക്ക് കടക്കാം. അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാവട്ടെ. മഹാനായ ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി അവിടുന്ന് പറയുകയാണ്, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, റഹ്മാനും റഹീമുമായ അല്ലാഹുവിന്റെ നാമത്തിൽ. ബാബുൽ ഇഖ്ലാസി وإحضار النية في جميع الأعمال والأقوال والأحوال البارزة والخفية. باب النية، ബാബുൽ ഇഖ്ലാസ്, ഇത് ആത്മാർത്ഥതയെ കുറിച്ച് പറയുന്ന അധ്യായമാണ്. വഇഹ്ളാരിൻ നിയ്യത്തി, അതുപോലെ തന്നെ നിയ്യത്ത് ഹാജരാക്കുന്നതിനെ കുറിച്ചും. ഫീ ജമീഇൽ അഅമാലി, എല്ലാ പ്രവർത്തനങ്ങളിലും. വൽ അഖ്വാലി, വാക്കുകളിലും. വൽ അഹ്വാലി, മറ്റു സന്ദർഭങ്ങളിലും. അൽ ബാരിസത്തി വൽ ഖഫിയ്യ, പ്രത്യക്ഷവും പരോക്ഷവുമായിട്ടുള്ള എല്ലാ അവസരങ്ങളിലും എല്ലാ സന്ദർഭങ്ങളിലും നമുക്ക് നല്ല നിയ്യത്ത് വേണം, ആത്മാർത്ഥത വേണം എന്നതിനെ കുറിച്ച് പറയുന്ന അധ്യായമാണ്. 2-3 ആയത്തുകൾ ആദ്യം പറഞ്ഞിരിക്കുന്നു. قال الله تعالى, അല്ലാഹു തആല പറയുന്നു, وما أمروا إلا ليعبدوا الله مخلصين له الدين. ീൻപുരം മുഹമ്മദ് മുസ്ലിയാർ അല്ല, ീൻപുരം ഉസ്മാൻ മുസ്ലിയാരാണ്. വമാ ഉമിറു, അവരോട് കൽപ്പിക്കപ്പെട്ടിട്ടില്ല. അഥവാ ഇവിടുത്തെ ഉദ്ദേശം യഹൂദി അഹ്ലു കിതാബിക്കാരാണ്. അഥവാ യഹൂദി നസ്രാനികളോട് കൽപ്പിക്കപ്പെട്ടിട്ടില്ല. ഇല്ലാ ലിയഅ്ബുദുല്ലാഹ, അല്ലാഹുവിന് അവർ ആരാധന സമർപ്പിക്കണം എന്നല്ലാതെ. എങ്ങനെയാണ് ആരാധന സമർപ്പിക്കേണ്ടത്? മുഖ്ലിസീന ലഹുദ്ദീൻ, മുഖ്ലിസീന ലഹുദ്ദീൻ, അള്ളാഹുവിലേക്ക് അടുക്കുക എന്ന ഉദ്ദേശം മാത്രം വെച്ചുകൊണ്ടാണ് ഇബാദത്ത് ചെയ്യേണ്ടത് എന്നല്ലാതെ അവരോട് കൽപ്പിക്കപ്പെട്ടിട്ടില്ല. ഹുനഫാ, അതുപോലെ തന്നെ ഹുനഫാ, സത്യമാർഗത്തിലേക്ക് ചാഞ്ഞവനായും എല്ലാ വഴികളിൽ നിന്നും വിട്ടുനിന്നുകൊണ്ട്
സത്യമതത്തിലേക്ക് സത്യമാർഗത്തിലേക്ക് ചാഞ്ഞവനായും അള്ളാഹുവിനെ ആരാധന ചെയ്യണം എന്ന് മാത്രമാണ് അവരോട് കൽപ്പിക്കപ്പെട്ടിട്ടുള്ളത്. വയുഖീമുസ്സലാ, നിസ്കാരം മുറക്ക് നിർവഹിക്കണമെന്നും വയുത്തുസ്സക്കാ, സകാത്ത് നൽകണമെന്നും വദാലിക ദീനുൽ ഖയ്യിമ, അതാകുന്നു മുസ്തഖീമായ നേരെ ചൊവ്വയുള്ള മതനടപടി എന്ന് പരിശുദ്ധ ഖുർആൻ പറയുന്നു. വഖാല തആല, മറ്റൊരായത്തിൽ അല്ലാഹു തആല പറയുന്നു, ലൻ യനാലല്ലാഹ ലുഹൂമുഹാ വലാ ദിമാഉഹാ വലാകിൻ യനാലുഹു തഖ്വാ മിൻകും. ലൻ യനാലല്ലാഹ, നിശ്ചയം അല്ലാഹുവിന്റെ അടുക്കൽ എത്തുകയില്ല, ലുഹൂമുഹാ, ഉലഹയ്യത്തിന്റെ മാംസം എത്തുകയില്ല, വലാ ദിമാഉഹ, അതിന്റെ രക്തവും എത്തുകയില്ല. പിന്നെ എന്താണ് എത്തുന്നത്? വലാകിൻ, പക്ഷേ യനാലുഹു തഖ്വാ മിൻകും, നിങ്ങളിൽ നിന്ന് ആത്മാർത്ഥതയോടുകൂടെ അള്ളാഹുവിന്റെ വജ്ഹ് മാത്രം ഉദ്ദേശിച്ചു ചെയ്യപ്പെടുന്ന കർമ്മങ്ങൾ മാത്രമാണ് അള്ളാഹുവിന്റെ അടുക്കൽ എത്തുന്നത് എന്ന് പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഹജ്ജിൽ അള്ളാഹു തആല പറയുകയാണ്. ഈ ആയത്ത് ഇറങ്ങാനുണ്ടായ പശ്ചാത്തലം, കാന അഹ്ലുൽ ജാഹിലിയ്യത്തി, അന്ധകാരത്തിലെ ആളുകളായിരുന്നു, യംവഹൂനൽ ബൈത, കഅബാലയത്തിനെ അവര് ഇങ്ങനെ തുടക്കുമായിരുന്നു, കഅബാലയത്തിൽ വച്ച് അവര് തൂശുമായിരുന്നു. ബില്ലുഹൂം, ഉലുഹിയ്യത്തർത്ത മാംസവും രക്തവുമൊക്കെ കഅബാലയത്തിൽ ഇങ്ങനെ തേക്കുമായിരുന്നു. ഫഅൻസല, അല്ലാഹു തആല ഇറക്കിയാണ് അവര് മനസ്സിലാക്കും പോലെ ഇതൊക്കെ ആണ് അള്ളാഹുവിങ്കലേക്ക് എത്തേണ്ടത് എന്ന് മനസ്സിലാക്കി അവരുടെ ദൈവങ്ങൾക്ക് വേണ്ടി അവർ അറക്കുമ്പോ, ഉലഹിയത്തല്ല, ദൈവങ്ങൾക്ക് വേണ്ടി അവർ അറക്കുമ്പോ കഅബാലയത്തിന്റെ ചുമരിൽ അതൊക്കെ വെച്ച് തേക്കുമായിരുന്നു എന്ന് കാണാം. അപ്പൊ അല്ലാഹു തആല ഇറക്കിയാണ്, നിങ്ങൾ വിചാരിക്കും പോലെയല്ല, അള്ളാഹു സ്വീകരിക്കണമെങ്കിൽ നല്ല ഈമാനോടുകൂടെയും അതേപോലെ തന്നെ തഖ്വയോടുകൂടെയും അള്ളാഹുവിന്റെ വജ്ഹ് മാത്രം ഉദ്ദേശിച്ചുകൊണ്ട് അള്ളാഹുവിലേക്കുള്ള അടുപ്പം മാത്രം ഉദ്ദേശിച്ചുകൊണ്ട് ചെയ്യപ്പെടുന്ന കാര്യങ്ങൾ മാത്രമേ അള്ളാഹു സ്വീകരിക്കുകയുള്ളൂ എന്ന് പറയുന്ന ആയത്ത് ആ സമയത്ത് ഇറങ്ങിയിട്ടുള്ളതാണ്. മറ്റൊരായത്ത് അള്ളാഹു പറയുന്നു, ഖാല തആല, അള്ളാഹു പറയുന്നു, ഖുൽ ഇൻ തുഖ്ഫൂ മാ ഫീ സുദൂരിക്കും ഔ തുബ്ദൂഹു യഅലമുല്ലാഹ്. ഖുൽ, നബിയെ തങ്ങൾ പറഞ്ഞു കൊടുക്കുക, ഇൻ തുഖ്ഫൂ, നിങ്ങൾ മറച്ചു വെക്കുന്ന പക്ഷം, മാ ഫീ സുദൂരിക്കും, നിങ്ങളുടെ മനസ്സിലുള്ളത്, നിങ്ങളുടെ മനസ്സുകളിലുള്ളത് നിങ്ങൾ മറച്ചു വെക്കുന്ന പക്ഷം, ഔ തുബ്ദൂഹു, അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിലുള്ളത് നിങ്ങൾ വ്യക്തമാക്കുന്ന പക്ഷം, യഅലമുല്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആല അത് അറിയുന്നതാണ്. ഇവിടെ എന്താണ് അള്ളാഹു ഇതിലൂടെ പഠിപ്പിക്കുന്നത്? നമ്മുടെ ആ മനസ്സിന്റെ അന്തർഭാഗത്ത് ഉടലെടുത്തിട്ടുള്ള നീയത്തനുസരിച്ച് മാത്രമാണ് നമ്മുടെ അള്ളാഹുവിന്റെ അടുക്കൽ നമ്മൾ സ്വീകരിക്കപ്പെടുന്നത്. അള്ളാഹുവിന്റെ അടുക്കൽ അത് നമ്മളിങ്ങനെ ബാഹ്യമായിട്ടുള്ള പ്രകടനങ്ങൾ കൊണ്ടല്ല, ആ പ്രകടനങ്ങൾ കൊണ്ടല്ല പ്രസക്തി, മറിച്ച് അള്ളാഹു നോക്കുന്നത് മനസ്സിലേക്കാണ്. അത് നമ്മൾ എത്ര മറച്ചു വെച്ചാലും, അത് നമ്മൾ പുറത്തേക്ക് ജനങ്ങൾ കാണുന്ന നിലക്ക് പ്രകടിപ്പിച്ചാലും, ഏത് നിലക്കായിരുന്നാലും അള്ളാഹു മനസ്സിലേക്കാണ് നോക്കുന്നത്. മനസ്സ് ക്ലിയർ ഉണ്ടോ, അവൻ ബാഹ്യമായ പ്രവർത്തനം ചെയ്യുമ്പോഴും അതുപോലെ തന്നെ രഹസ്യമായി പ്രവർത്തനം ചെയ്യുമ്പോഴും അവന്റെ മനസ്സ് ക്ലിയർ ഉണ്ടോ, അള്ളാഹു തആലാക്ക് വേണ്ടിയാണോ ചെയ്യുന്നത്, ഇത് അള്ളാഹുവിന് കൃത്യമായി അറിയാം എന്നാണ് ആ ആയത്ത് പഠിപ്പിക്കുന്നത്. ഇനി ഹദീസിന്റെ ഭാഗങ്ങളിലേക്ക്, ഇവിടെ തന്നെ നിങ്ങൾ നോക്കൂ, അള്ളാഹു പറഞ്ഞത് ഫീ സുദൂരിക്കും എന്നാണ്. ഇൻ തുഖ്ഫൂ മാ ഫീ സുദൂരിക്കും ഔ തുബ്ദൂഹു. ഇവിടെ എന്തുകൊണ്ടാണ് സുദൂർ എന്ന് പ്രയോഗിച്ചത്? ഖൽബ്, മനുഷ്യന്റെ ഹൃദയം എന്ന് പറയുന്നത്
അത് 4 പാർട്ടുകളായി പണ്ഡിതന്മാര് മഹാനായ ഇമാം റാസി തങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട്. ഖൽബ് 4 പാർട്ടാണ്. ഒന്ന് ആദ്യം കിട്ടുന്നതാണ് സദർ എന്ന് പറയുന്നത്. അലം നശ്റഹ് ലക സദറക് എന്നൊക്കെ പറഞ്ഞ ആ സദർ, അത് ഒന്നാമത്തെ പാർട്ടാണ്. നമുക്കറിയാലോ, സദറുൽ മുഅല്ലിമീൻ എന്നൊക്കെ പറയും. സദറുൽ മുഅല്ലിമീൻ എന്ന് പറഞ്ഞാൽ എന്താ? അതിന്റെ അർത്ഥം മുഅല്ലിമീങ്ങളുടെ ഹെഡ്, അവരുടെ മുമ്പിൽ നിൽക്കുന്ന ആള് എന്നൊക്കെ പറയും. ഇതേപോലെ തന്നെ ഹൃദയത്തിന്റെ മുമ്പിൽ നിൽക്കുന്നതാണ് സദർ എന്ന് പറയുന്നത്. ഈ സദറിലാണ് ശൈത്താന് വസ്വാസ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ടാണല്ലോ സൂറത്തുൻ നാസിൽ അല്ലാഹു പറയുന്നത്, അല്ലദീ യുവസ്വിസു ഫീ സുദൂരിന്നാസ്, മനുഷ്യന്റെ സദറുകളിൽ വസ്വാസ് ഉണ്ടാക്കുന്ന ശൈത്താൻ. അപ്പൊ സദറുകളിൽ വസ്വാസ് ഉണ്ടാക്കും ശൈത്താൻ, ഖൽബിലല്ല വസ്വാസ് ഉണ്ടാക്കുന്നത്. വസ്വാസ് ശൈത്താൻ ഉണ്ടാക്കുന്നത് സദറിലാണ്. സദർ എന്ന് പറഞ്ഞാൽ ഹൃദയത്തിന്റെ ആദ്യ ഭാഗത്തിനാണ് പറയുന്നത്. ഈ സദർ നമുക്കറിയാലോ, നമ്മളോട് ഇപ്പോ ഒരാൾ വന്നിട്ട് പറയാന്, ഇവിടുത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി എല്ലാവർക്കും ഓരോ ലക്ഷം രൂപ കൊടുക്കുന്നുണ്ട് എന്ന് ഒരാൾ പറഞ്ഞാല് നമുക്ക് അത്രയാണ് വിശ്വസിക്കാൻ കഴിയില്ല. ഒരൊറ്റാള് പറയുകയാണെങ്കിൽ വിശ്വസിക്കാൻ കഴിയില്ല. അങ്ങനെ ഒരു 100 ആള് പറഞ്ഞാലോ എല്ലാവർക്കും ഇന്ത്യൻ പ്രധാനമന്ത്രി ഓരോ ലക്ഷം രൂപ കൊടുക്കുന്നുണ്ട് ഒന്നുകൂടെ എന്ത് ചെയ്യും? ഉറപ്പ് കിട്ടും. ആദ്യം ഉള്ളത് ഒരു സംശയമായിരിക്കും, അത് സദറിലാണ്. അപ്പൊ കൂടുതൽ ഉറപ്പ് വരുമ്പോ അത് ഖൽബിലേക്ക് പോകും. ഇതേപോലെ തന്നെയാണ് ഈമാനിക പ്രകാശം. ആ പ്രകാശം സദറിൽ മിന്നിത്തിളങ്ങുമ്പോൾ അതിനു മുമ്പ് നമുക്ക് സംശയങ്ങളും വരും. എന്തെങ്കിലും പറയുമ്പോൾ നമുക്ക് സംശയം തോന്നും. അതാണ് വസ്വാസി എന്ന് പറയുന്നത്. വസ്വസ ഇലൈഹി ശൈത്താനു എന്നൊക്കെ കേട്ടിട്ടില്ലേ? അപ്പൊ അതാ അല്ലദീ യുവസ്വിസു ഫീ സുദൂരിന്നാസ്, മനുഷ്യന്മാരുടെ സദറുകളിൽ വസ്വാസ് ഉണ്ടാക്കും. അത് സദറിലാണ് വസ്വാസ് നടക്കുന്നത്. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വസ്വാസ് വരൂല. കാരണം എന്താണ്? അല്ലാഹു ഖുർആനിൽ പറഞ്ഞതാണ്, അലം നശ്റഹ് ലക സദറക്, അലം നശ്റഹ് ലക സദറക്, നബിയേ അങ്ങയുടെ സദറിനെ നാം വിശാലമാക്കിയില്ലയോ? എല്ലാം ഉൾക്കൊള്ളുവാനും എല്ലാം ഉറപ്പിക്കുവാനുമുള്ള ആ നിലക്ക് തങ്ങളുടെ സദറിനെ നാം വിശാലമാക്കിയില്ലയോ എന്ന് പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ അവിടുത്തെ സദർ അത് മറ്റുള്ള ആളുകളുടെ സദർ പോലെ അല്ല. അവിടുത്തെ സദർ അതിൽ വസ്വാസ് വരുന്നതല്ല. അതേ സമയത്ത് മറ്റുള്ള സാധാരണക്കാരായ ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ സദറുകളിൽ ശൈത്താൻ ഇങ്ങനെ വസ്വാസ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. ആ വസ്വാസിൽ നിന്ന് മുക്തമായിട്ട് നല്ല ജീവിതം ജീവിക്കുമ്പോൾ അവന്റെ ഹൃദയം ലംഘും, അവന്റെ സദർ ലംഘും. അങ്ങനെ സദർ ലംഘുമ്പോൾ അത് ഖൽബിലേക്ക് നീങ്ങും. ഖൽബ് ലംഘുമ്പോൾ ആ ഖൽബ് ലംഘി പ്രകാശിക്കുന്ന സമയത്താണ് അതിന്റെ വെളിച്ചം ലുബ് എന്ന് പറയുന്ന ഒരു സ്ഥാനമുണ്ട് ഖൽബിൽ, ഹൃദയത്തിൽ. ലുബിലേക്ക് നമുക്കറിയാലോ, ഖുർആനിൽ പല ആയത്തിലും കാണാം, ഇന്ന ഫീ ദാലിക ലആയാത്തിൻ ലിഉലിൽ അൽബാബ്, ഇന്ന ഫീ ദാലിക ലആയാത്തിൻ ലിഉലിൽ അൽബാബ്. ലുബുള്ള ആളുകൾക്ക് ഇതിൽ കുറെ ദൃഷ്ടാന്തങ്ങളുണ്ട്. ഭൂമിയുടെ സൃഷ്ടിപ്പിൽ, ആകാശത്തിന്റെ സൃഷ്ടിപ്പിൽ, നക്ഷത്രങ്ങളുടെ സൃഷ്ടിപ്പിൽ, ഇങ്ങനെ തുടങ്ങി അള്ളാഹുവിന്റെ ഈ സൃഷ്ടിപ്പുകളിൽ മുഴുവനും ബുദ്ധിയുള്ള ആളുകൾക്ക്, ലുബുള്ള ആളുകൾക്ക് അവർക്ക് ദൃഷ്ടാന്തങ്ങളുണ്ട്. അപ്പൊ ലുബ് എന്ന് പറയുന്ന ഒരു പോയിന്റ് ഉണ്ട്. അപ്പൊ ആദ്യം സദറിൽ പ്രകാശിക്കണം. സദറിൽ പ്രകാശിച്ച് അതിന്റെ തിളക്കം ഖൽബിന് കിട്ടണം. ഖൽബിൽ പ്രകാശിച്ച് ആ തിളക്കം ലുബിന് കിട്ടണം. ലുബിൽ നിന്ന് ആ ലുബിലും പ്രകാശിച്ചിട്ട് അത് പിന്നെ സിറായി മാറുന്നു. മുഹ്യിദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു ഒക്കെ പറഞ്ഞില്ലേ,
ഞാനല്ലാ സിറിനും സിറെന്ന് ചൊന്നോവർ, ഞാനല്ലാ തന്നോടെ അമ്രെന്ന് ചൊന്നോവർ. അതതിനെ കുറിച്ചാണ്. അതുകൊണ്ടാണ് ഖദ്ദസല്ലാഹു സിർറഹു എന്ന് നമ്മൾ പറയുന്നത്. മഹാന്മാരെ പേര് കേൾക്കുമ്പോ ഖദ്ദസല്ലാഹു സിർറഹു. എന്താ കാരണം? അത് സിറാണ്. ഒരു ഖൽബിന്റെ ഏറ്റവും സ്ഫുടമായിട്ടുള്ള ഒരു ഭാഗത്തിനാണ്. ആ നിലക്ക് എത്തുമ്പോഴാണ്, ഖൽബ് സ്ഫുടമാകുമ്പോഴാണ് സിറ് എന്ന് പറയുന്നത്. ഇങ്ങനെ സ്ഫുടമാകാൻ എന്താ വേണ്ടത്? അതിന് ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അത് പ്രകാശിക്കാനുള്ള വിളക്ക് കത്തിച്ചു വെക്കണം. പ്രകാശിക്കാനുള്ള വിളക്കേതാണ്? ഇന്നാ അർസൽനാക ഷാഹിദൻ വമുബശ്ശിറൻ വനദീറാ വദാഇയൻ ഇലല്ലാഹി ബിഇദ്നിഹി വസിറാജൻ മുനീറാ. സിറാജൻ മുനീറാ, കത്തിജ്വലിക്കുന്ന വിളക്കാണ്. ആ വിളക്ക് മനസ്സിൽ സദറിൽ സൂക്ഷിച്ച്, സദറിൽ അത് അവിടത്തോടുള്ള ഹുബ്ബ് ഇങ്ങനെ നിറഞ്ഞാൽ അത് ലംഘിപ്രകാശിച്ച് അത് കൽബിലേക്ക് എത്തുന്നു. കൽബിൽ അത് ലംഘിപ്രകാശിച്ച് ആ വിളക്ക് ഇങ്ങനെ ലംഘുമ്പോൾ അപ്പോഴാണ് എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ ലുബിലെത്തുന്നത്. ലുബിൽ നിന്നും അത് വെളിച്ചം ഉണ്ടാകുമ്പോഴാണ് സിറ് എന്ന സ്ഥാനത്തേക്ക് എത്തുന്നത്. ഔലിയാക്കളൊക്കെ ആ സ്ഥാനത്തെത്തിയവരാണ്. അള്ളാഹു അവരുടെ മഹത്വം കൊണ്ട് നമ്മളെ രക്ഷപ്പെടുത്തി തെരുമാറാവട്ടെ. ഞാൻ കൊണ്ടുവന്നത് എവിടെ നിന്നാണ് പറഞ്ഞു പോയത്? ഖുൽ ഇൻ തുഖ്ഫൂ മാ ഫീ സുദൂരിക്കും. അവ നിങ്ങളുടെ സുദൂറിൽ എന്നാണ് അള്ളാഹു പറഞ്ഞത്. അവ സദർ അത് ക്ലിയർ ആക്കണം എന്നാണ് അതിൽ നിന്ന് വരുന്നത്. കാരണം സദറിലാണ് മനുഷ്യനെ വസ്വാസാക്കാൻ വേണ്ടി ശൈത്താന് പതിയിരിക്കുന്നത്. ആ പതിയിരിക്കുന്ന ശൈത്താനെ ആട്ടിയോടിച്ച് നമ്മുടെ സദറിനെ ക്ലിയർ ആക്കണം. ആ സദറിനെ ക്ലിയർ ആക്കിയാൽ മാത്രമേ അള്ളാഹുവിന്റെ നോട്ടം ഉണ്ടാവുകയുള്ളൂ. അതിലുള്ള ഓരോ കാര്യങ്ങളും അള്ളാഹു നിരീക്ഷിക്കുന്നുണ്ട്, കൃത്യമായി അറിയുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ആ ശൈത്താൻ വസ്വാസ് ഉണ്ടാക്കുന്ന സ്ഥാനമായ സദറിനെ ശ്രദ്ധിക്കണേ എന്നുകൂടെ ഈ ആയത്തിൽ അള്ളാഹു തആല സൂചിപ്പിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കി തരാൻ വേണ്ടി പറഞ്ഞതാണ്. ഇനി ഹദീസിലേക്ക് നമുക്ക് കടക്കാം. അൻ അമീരിൽ മുഅ്മിനീൻ അബീ ഹഫ്സിൻ ഉമർ ബിൻ ഖത്താബ് ബിൻ നുഫൈൽ ഇബ്നു അബ്ദുൽ ഉസ്സ ഇബ്നു റബാഹ് ഇബ്നു അബ്ദുല്ലാഹ് ഇബ്നു ഖുർത്തിൻ ഇബ്നു റസാഹ് ഇബ്നു അദി ഇബ്നു കാബിൻ ഇബ്ൻ ലുഅയ് ഇബ്ൻ ഗാലിബ് അൽ-ഖുറശി അൽ-അദവി റളിയല്ലാഹു അൻഹു. മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു ഖുറൈശിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കുടുംബത്തിൽപ്പെട്ട ആളാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ 7ാമത്തെ പിതാമഹനായ കഅബ് റളിയല്ലാഹു അൻഹുവിലാണ് ഉമർ റളിയല്ലാഹു അൻഹുവും ബന്ധവും യോജിക്കുന്നത്. കഅബ് റളിയല്ലാഹു അൻഹു എന്ന് പറയുന്ന 7ാമത്തെ പിതാമഹനിലാണ് ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ആ കുടുംബ പരമ്പര സന്ധിക്കുന്നത്. മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, സമീഅത്തു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഞാൻ കേട്ടു. യഖൂലു, അവിടുന്ന് പറയുന്നത് കേട്ടു. എന്ത് പറയുന്നത് കേട്ടു? ഇന്നമൽ അമാലു ബിന്നിയാത്ത്. ഇന്നമൽ അമാലു, നിശ്ചയം അമലുകൾ സ്വീകരിക്കപ്പെടുന്നത് ബിന്നിയാത്തി, നീയത്തുകൾ കൊണ്ടാണ്. നീയത്തുകൾ കൊണ്ടാണ്. എന്താണ് നീയത്ത്? നീയത്ത് എന്ന് പറഞ്ഞാൽ അൽ ഖസ്ദു ഫിൽ ഖൽബി എന്നാണ്. മനസ്സിലുള്ള കരുതലാണ് നീയത്ത്. ചില ആളുകൾ മനസ്സിലാക്കി വെച്ചത് അങ്ങനെ നാവ് കൊണ്ട് പറയുന്നതാണ് നീയത്ത് എന്നാണ്. അല്ല, നാവ് കൊണ്ട് പറയുന്നതല്ല നീയത്ത്. മനസ്സിലുള്ള കരുതലാണ് നീയത്ത്. അതേ സമയത്ത് നാവ് കൊണ്ട് നീയത്ത് പറയൽ
അത് സുന്നത്താണ്. അതെന്തിനാണ്? ലിയുസാഇദൽ ലിസാനുൽ ഖൽബ, ഈ മനസ്സിനെ നാവൊന്ന് സഹായിച്ചു കൊടുക്കാൻ വേണ്ടിയാണ്. അതെങ്ങനെയാ നിങ്ങൾക്ക് ചോദിക്കാനുണ്ടാകും. അത് വളരെ കൃത്യമായി നമുക്കറിയാം. ഒരാൾക്ക് മനപ്പാഠം പഠിക്കണം ഒരു സൂറത്ത്. അയാൾ എന്താ ചെയ്യുക? അയാളിങ്ങനെ മുസ്ഹഫിൽ കുറെ കാലങ്ങളോളം നോക്കിയിരുന്നാല് അത് മനപ്പാഠം പഠിയോ? ഒരിക്കലും മനപ്പാഠം പഠിയുകയില്ല. മനപ്പാഠം പഠിയണമെങ്കിൽ അതിങ്ങനെ പലവട്ടം ഇങ്ങനെ ഓതി നോക്കണം, അല്ലേ? അപ്പൊ നാവ് കൊണ്ട് ഇങ്ങനെ ഊതി കുറെ വട്ടം ഓതി നോക്കിയാലേ അത് മനപ്പാഠം പഠിയുള്ളൂ. അപ്പൊ എന്ത് മനസ്സിലായി? നാവ് കൊണ്ട് മൊഴിയുന്നത് അത് മനസ്സിൽ പതിയാൻ വേണ്ടതാണ്, ആവശ്യമാണ്. ഇതേപോലെ നീയത്ത് നമ്മളെ മനസ്സിൽ നന്നായി, നീയത്ത് എന്ന് പറയുന്നത് മനസ്സുകൊണ്ടുള്ളതാണെങ്കിലും അത് നമ്മുടെ മനസ്സിൽ നന്നായി പതിയാൻ അത് പറയൽ നല്ലതാണ്. അത് വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ അതുകൊണ്ട് തന്നെ പണ്ഡിതന്മാർ അവിടെ പറഞ്ഞു, നീയത്ത് നാവുകൊണ്ട് പറയലും സുന്നത്താണ്. മനസ്സുകൊണ്ടാണ് നീയത്ത്, നിർബന്ധമായിട്ടുള്ള നീയത്ത് മനസ്സുകൊണ്ടാണ്. പക്ഷേ നാവുകൊണ്ട് പറയൽ അത് സുന്നത്താണ്. ലിയുസാഇദൽ ലിസാനുൽ ഖൽബ, നാവ് അത് മനസ്സിനെ സഹായിക്കുന്നതാണ്. അതുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാരണം. അപ്പൊ ഇന്നമൽ അഅ്മാലു, അമലുകൾ സഹിയാകുന്നത്, സ്വീകരിക്കുന്നത് നീയത്തുകൾ കൊണ്ടാണ്. വഇന്നമാ ലികുല്ലി ഇംറിഇൻ മാ നവാ, വഇന്നമാ ലികുല്ലി ഇംറിഇൻ, നിശ്ചയം എല്ലാ മനുഷ്യനും ഉണ്ട്, മാനവാ, അവൻ ഉദ്ദേശിച്ചതുണ്ട്. എന്തിനാണ്? നീയത്തുകളെ കൊണ്ടാണ് എല്ലാ അമലുകളും സ്വീകരിക്കപ്പെടുന്നത് എന്ന് പറഞ്ഞതിന് ശേഷം ഇങ്ങനെ ഒരു പ്രയോഗം, അതിന് പണ്ഡിതന്മാർ വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞു, അങ്ങനെ ഒരു പ്രയോഗം അവിടെ വന്നിട്ടുള്ളത് അത് നീയത്ത് ചെയ്യുമ്പോൾ നിജപ്പെടുത്തണം എന്ന് പഠിപ്പിക്കാൻ വേണ്ടിയാണ്. നിജപ്പെടുത്തിക്കൊണ്ട് പറയണം. എന്താണ് പറഞ്ഞതിന്റെ ഉദ്ദേശം? ആദ്യം പറഞ്ഞത് ഇന്നമൽ അഅ്മാലു ബിന്നിയാത്ത്, നിശ്ചയം അമലുകളൊക്കെ സ്വീകരിക്കപ്പെടുന്നത് നീയത്തുകൾ കൊണ്ടാണ് എന്ന് പറഞ്ഞാൽ ഏത് നിസ്കാരത്തിനും ഞാൻ നിസ്കരിക്കുന്നു എന്ന് നീയത്ത് ചെയ്താലും നീയത്ത് എന്ന് പറയാമല്ലോ. പക്ഷേ അങ്ങനെ പോരാ എന്ന് പഠിപ്പിക്കാനാണ് പിന്നീട് ഉള്ളത്. വഇന്നമാ ലികുല്ലി ഇംറിഇൻ മാ നവാ, നിശ്ചയം എല്ലാ മനുഷ്യനും അവൻ ഉദ്ദേശിച്ചത് മാത്രമേ ഉള്ളൂ എന്ന് പറയുമ്പോൾ അവിടെ കൃത്യമായി എല്ലാം ഓരോ മനുഷ്യനും ഉദ്ദേശിച്ചത് മാത്രമേ ഓരോ മനുഷ്യനും കിട്ടുകയുള്ളൂ. അപ്പൊ അസർ നിസ്കാരം കരുതിയവന് അസറേ കിട്ടൂ, ളുഹർ കരുതിയവന് ളുഹറേ കിട്ടൂ. അപ്പൊ ഇങ്ങനെ കൃത്യമായി ഓരോന്നും നിജപ്പെടുത്തിക്കൊണ്ട് കരുതണം, എന്നാൽ അത് കിട്ടും എന്ന് പഠിപ്പിക്കാൻ വേണ്ടിയാണ് അങ്ങനെ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മള് ഏത് നിസ്കാരത്തിനും, പിന്നെ ഫർളായ നിസ്കാരത്തിന്റെ നിയ്യത്തിൽ 3 കാര്യങ്ങൾ നിർബന്ധമാണ്. ഒന്ന്, ഞാൻ നിസ്കരിക്കുന്നു എന്ന് കരുതണം. ഞാൻ നിസ്കരിക്കുന്നു എന്ന് എങ്ങനെ കരുതല്? നിസ്കാരത്തിന്റെ തുടക്കം മുതൽ അവസാനം സലാം വീട്ടുന്നത് വരെ, നിസ്കാരത്തിന്റെ തുടക്കം നീയത്തോടുകൂടെയുള്ള തക്ബീറത്തുൽ ഇഹ്റാം, അവിടെ മുതൽ സലാം വീട്ടുന്നത് വരെയുള്ള എല്ലാ കാര്യങ്ങളും മനസ്സിൽ കൊണ്ടുവരിക. ഇതൊക്കെയാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്, ഇതൊക്കെയാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഞാൻ നിസ്കരിക്കുന്നു എന്ന് പറഞ്ഞ അതിന്റെ ഉദ്ദേശം അതാണ്. തക്ബീറത്തുൽ ഇഹ്റാം മുതൽക്ക് സലാം വരെയുള്ള എല്ലാ കാര്യങ്ങളും ഇതൊക്കെ ഞാൻ ചെയ്യാൻ പോകുന്നത് എന്ന് മനസ്സിൽ ഇങ്ങനെ കൊണ്ടുവരാം. രണ്ടാമത്തെ എന്താണ്? ഫർള് നിസ്കാരാകുമ്പോ ഫർള് എന്ന്. മൂന്നാമത്തത് എന്താണ്? ഇന്ന നിസ്കാരം, ളുഹറാണെങ്കിൽ ളുഹർ, അസറാണെങ്കിൽ അസർ, മഗ്രിബാണെങ്കിൽ മഗ്രിബ്, ഇശാ ആണെങ്കിൽ ഇശാ, സുബ്ഹാണെങ്കിൽ സുബ്ഹ്. അപ്പൊ ഈ 3 കാര്യങ്ങളും ആളുകളെ നിസ്കാരത്തിൽ
ഇല്ല, വസ്വാസൊന്നും ഉണ്ടാവില്ല. അപ്പൊ ഈ 3 കാര്യങ്ങളും അവന്റെ നിസ്കാരത്തിൽ അവന്റെ നിസ്കാരത്തിന്റെ നീയത്തിൽ, ഫർള് നിസ്കാരത്തിന്റെ നീയത്തിൽ കൊണ്ടുവരൽ നിർബന്ധമാണ്. 1, ഞാൻ നിസ്കരിക്കുന്നു. 2, ഇന്ന നിസ്കാരമാണ്. 3, ഫർള്. ഇങ്ങനെ 3 കാര്യങ്ങൾ നിർബന്ധമായിട്ടും അവന്റെ നീയത്തിൽ അടങ്ങിയിരിക്കണം. ഇതേപോലെ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന മറ്റൊരു കാര്യം, റവാത്തീബ് സുന്നത്തുകൾ നിസ്കാരത്തിന്റെ മുമ്പുള്ളതും ഉണ്ടാവും, ഫർള് നിസ്കാരത്തിന്റെ പിറകെയുള്ളതും ഉണ്ടാവും. അങ്ങനെ മുമ്പും പിറകും ഒക്കെ ഉള്ള നിസ്കാരമാണെങ്കിൽ ആ നിസ്കാരത്തിന്റെ റവാത്തീബ് സുന്നത്ത് നിസ്കരിക്കുമ്പോ മുമ്പുള്ളതിന് മുമ്പുള്ളത് തന്നെ വെക്കണം. അപ്പൊ ളുഹറിന് മുമ്പും ശേഷവും റവാത്തീബ് സുന്നത്തുകളുണ്ട്. അപ്പൊ ളുഹറിന്റെ മുമ്പ് റവാത്തീബ് സുന്നത്ത് 4 റക്അത്ത് നിസ്കരിക്കുമ്പോ അതിന് മുമ്പുള്ള സുന്നത്ത് എന്ന് തന്നെ വെക്കണം. ളുഹറിന്റെ മുമ്പുള്ള സുന്നത്ത് എന്ന് വെക്കണം. ശേഷമുള്ളതിന് ശേഷമുള്ള സുന്നത്ത് എന്ന് വെക്കണം. അതേ സമയത്ത് സുബ്ഹിന്റെ മുമ്പ് മാത്രമേ സുന്നത്തുള്ളൂ, റവാത്തീബ് സുന്നത്ത്. അപ്പൊ അങ്ങനെയുള്ള നിസ്കാരങ്ങൾക്ക് മുമ്പുള്ളത് എന്ന് പ്രത്യേകം വെക്കേണ്ടതില്ല, ശേഷം ഇല്ലാത്തത് കൊണ്ട്. അപ്പൊ ശേഷം കൂടെ ഉണ്ടെങ്കിൽ കൃത്യമായി നിജപ്പെടുത്തിക്കൊണ്ട് തന്നെ പറയണം, മുമ്പ് ശേഷം എന്ന് കൃത്യമായി നിയത്തിൽ കൊണ്ടുവരണം. ഇത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അവിടെ തന്നെ ചില ആളുകൾക്ക് ഒരു ധാരണപ്രശ്നമുണ്ട്. അതും കൂടെ നമ്മൾ തിരുത്തി പോകുന്നത് നന്നായിരിക്കും. ചില ആളുകള് അവര് പള്ളിയിലേക്ക് വരുമ്പോ ജമാഅത്ത് തുടങ്ങിയിട്ടുണ്ടാവും. അപ്പൊ ജമാഅത്തായി നിസ്കരിച്ചാൽ അവര് ആ നിസ്കാരത്തിന്റെ മുമ്പുള്ള സുന്നത്ത് നിസ്കാരം നിസ്കരിക്കൂല. കാരണം അത് നിസ്കാരത്തോടുകൂടെ അത് ഖളാ ആയി പോയി, അത് വീണ്ടെടുക്കാൻ പറ്റൂല എന്നൊക്കെ ഒരു ധാരണ ചില ആളുകൾക്കുണ്ട്. യഥാർത്ഥത്തിൽ ഫർള് നിസ്കാരത്തിന്റെ മുമ്പുള്ള റവാത്തീബ് സുന്നത്തിന്റെ സമയം കഴിയുന്നത് ആ നിസ്കാരത്തിന്റെ സമയം കഴിയുന്നതോടുകൂടെ മാത്രമേ കഴിയൂ. നിസ്കാരത്തിന്റെ സമയം ഏതുവരെ ഉണ്ട് അതുവരെ അത് അദാ ആയിട്ട് തന്നെ നിസ്കരിക്കാം. ഏതുപോലെ ഒരു ഉദാഹരണമായിട്ട് പറയാം. ളുഹറിന്റെ മുമ്പ് 4 റക്അത്ത് സുന്നത്തുണ്ടല്ലോ. ആ 4 റക്അത്ത് സുന്നത്ത് ഒരാള് നിസ്കരിക്കുന്നതിന് മുമ്പ് തന്നെ ളുഹർ നിസ്കരിച്ചു. എന്നാൽ ആ 4 റക്അത്ത് റവാത്തീബ് സുന്നത്ത്, ളുഹറിന്റെ മുമ്പുള്ള 4 റക്അത്ത് റവാത്തീബ് സുന്നത്ത് അത് അസറാകുന്നത് വരെയും അയാൾക്ക് നിസ്കരിക്കാം. അത് അദാ ആയിട്ട് തന്നെ കിട്ടും, ഖളാ അല്ല. അത് ചില ആളുകൾക്ക് അത് നഷ്ടപ്പെടുമ്പോൾ അത് ഖളാ ആയി പോയല്ലോ. അതുപോലെ തന്നെ ചില ആളുകള് അത് അദാവുമായിട്ട് ഖളാ ആയിട്ട് നിസ്കരിക്കാൻ പറ്റൂല, അങ്ങനെ ധാരണയുള്ളവരുണ്ട്. അങ്ങനെ ചില ആളുകൾ അത് നിസ്കരിക്കാതിരിക്കുന്നവരുണ്ട്. അതുകൊണ്ട് അത്തരം ആളുകൾ മനസ്സിലാക്കാൻ വേണ്ടിയാണ് പറയുന്നത്. അങ്ങനെ അല്ല മസ്അല. പണ്ഡിതന്മാർ വിവരിച്ചത് കാണാം. ളുഹറിന്റെ മുമ്പുള്ളത്, അതുപോലെ തന്നെ ഏത് നിസ്കാരത്തിന്റെയും മുമ്പുള്ള റവാത്തീബ് സുന്നത്ത്, അതിന്റെ സമയം നിസ്കാരം കഴിഞ്ഞാൽ തന്നെ തീരൂല. നിസ്കാരത്തിന്റെ സമയം എപ്പോഴാണോ തീരുന്നത് അപ്പോൾ മാത്രമേ അതിന്റെ സമയം കഴിയുകയുള്ളൂ. അതുവരെ അദാ ആയിട്ട് തന്നെ അത് നിർവഹിക്കാം. മനസ്സിലാക്കണം എന്ന് ഓർമ്മപ്പെടുത്തും. അപ്പൊ ഞാൻ ഹദീസിലേക്ക് തന്നെ പോവാം. ഇന്നമാ ലികുല്ലി ഇംറിഇൻ മാ നവാ, നിശ്ചയം എല്ലാ മനുഷ്യനും അവൻ ഉദ്ദേശിച്ചത് മാത്രമേ ഉള്ളൂ. അപ്പൊ അവൻ ളുഹറാണോ ഉദ്ദേശിച്ചത്, അതുപോലെ തന്നെ ളുഹർ നിസ്കാരത്തിന്റെ മുമ്പുള്ള റവാത്തീബ് സുന്നത്ത് എന്നാണോ വിചാരിച്ചത്? ഇങ്ങനെ അവൻ ഉദ്ദേശിച്ചതെന്താണോ അത് മാത്രമേ അവന് ലഭ്യമാകൂ എന്നാണ് ഹദീസിൽ പറയുന്നത്. ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു പറഞ്ഞതായി കാണാം, ഹുവ സുലുസുൽ ഇസ്ലാം. ഈ ഹദീസ് ഇസ്ലാമിന്റെ സുലുസാണ്. ഇസ്ലാമിന്റെ കാര്യങ്ങളൊക്കെ 3 നിലക്കാണ്. ഒന്നിരിക്കെ അത് പ്രവർത്തനങ്ങളായിരിക്കും, അല്ലെങ്കിൽ അത് വാക്കുകളായിരിക്കും,
അല്ലെങ്കിൽ മനസ്സുകൊണ്ടുള്ള ചിന്തയായിരിക്കും. ഇങ്ങനെ 3 പാർട്ടുകളാണ് ഇസ്ലാമിന്റെ കാര്യങ്ങൾ മുഴുവനും. അതിൽ മനസ്സുകൊണ്ടുള്ള കാര്യമാണ് നിയ്യത്ത്. അതുകൊണ്ട് തന്നെ ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു ഈ ഹദീസിനെ കുറിച്ച് പറഞ്ഞത് സുലുസുൽ ഇസ്ലാമിന്റെ സുലുസാണ്, 3ൽ 1 ഭാഗമാണ് ഈ ഹദീസ് എന്ന് ഷാഫി ഇമാം പറയുന്നു. മാത്രമല്ല ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു പറഞ്ഞതായി കാണാം, യദ്ഖുലു ഫീ 70 ബാബൻ മിനൽ ഫിഖ്ഹി. ഈ ഒരൊറ്റ ഹദീസിൽ നിന്ന് ഫിഖ്ഹിന്റെ 70 ബാബുകൾ ഈ ഹദീസിൽ നിന്നാണ് പിടിക്കപ്പെട്ടിട്ടുള്ളത്. സുബ്ഹാനല്ലാഹ്. അത്രയും 70 ബാബുകൾ, 70 മസാലകൾ എന്നല്ല, 70 ബാബുകൾ ഈ അധ്യായത്തിൽ, ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ പിടിക്കപ്പെട്ടിട്ടുള്ളതാണ്. അപ്പൊ അത്രമാത്രം വിശാല അർത്ഥമുള്ള വലിയ ഒരു ആശയങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു ഹദീസാണ് ഇന്നമൽ അമാലു ബിന്നിയാത്ത് എന്ന് പറയുന്ന ഹദീസ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. വീണ്ടും ഹദീസിൽ പറയുന്നു, ഫമൻ കാനത്ത് ഹിജ്റത്തുഹു, ഫമൻ അപ്പോൾ ഒരാൾ, കാനത്ത് ഹിജ്റത്തുഹു അവന്റെ പാലായനമായി, ഇലല്ലാഹി വറസൂലിഹി അള്ളാഹുവിലേക്കും റസൂലിലേക്കുമായി എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെയും റസൂലിന്റെയും പൊരുത്തം ഉദ്ദേശിച്ചുകൊണ്ടാണ് അവന്റെ പാലായനമെങ്കിൽ, ഫഹിജ്റത്തുഹു ഇലല്ലാഹി വറസൂലിഹി അവന്റെ പാലായനം ആ നിലക്ക് അള്ളാഹുവിനും റസൂലിനുമായി സ്ഥിരപ്പെടുന്നതാണ്. അവന്റെ ഉദ്ദേശം അള്ളാഹുവും റസൂലുമാണ്. അപ്പോ അവന്റെ ഉദ്ദേശത്തിനനുസരിച്ച് അവന്റെ ആ പാലായനം അള്ളാഹു തആല രേഖപ്പെടുത്തുന്നതാണ്. വമൻ കാനത്ത് ഹിജ്റത്തുഹു ലിദുനിയ, അതേ സമയത്ത് ഒരു മനുഷ്യന്റെ ഹിജ്റയായാൽ ലിദുനിയാ ദുനിയാവ് സമ്പാദിക്കാൻ വേണ്ടിയാണെങ്കിൽ, യുസീബുഹാ ആ ദുനിയാവ് അവന് നേടാൻ പറ്റും. അവിമ്രഅത്തിൻ അല്ലെങ്കിൽ ഒരു സ്ത്രീയാണ് ഉദ്ദേശം, യൻകിഹുഹാ ആ ഒരു സ്ത്രീയെ വിവാഹം ചെയ്യണമെന്നാണ് ഉദ്ദേശം. എന്നാൽ യൻകിഹുഹാ അവളെ വിവാഹം ചെയ്യാനും കഴിയും. അപ്പൊ അവന്റെ പാലായനം അവൻ എന്ത് ഉദ്ദേശം വെച്ചുകൊണ്ടാണോ പാലായനം ചെയ്ത് ആ ഉദ്ദേശമനുസരിച്ചായിരിക്കും എന്ന് സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. അപ്പൊ ഒരു മനുഷ്യൻ എന്ത് ഉദ്ദേശം വെച്ചുകൊണ്ടാണ് പ്രവർത്തനങ്ങൾ ചെയ്യുന്നത്, അതിനനുസരിച്ച് അവന്റെ കാര്യങ്ങൾ അള്ളാഹുവിന്റെ അടുക്കൽ സ്വീകരിക്കപ്പെടും എന്നാണ് ഇതിലൂടെ മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. ഇവിടെ ആ ഹദീസിൽ നമുക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാകും, ആദ്യം നബി തങ്ങൾ പറഞ്ഞു, ഒരാൾ ദുനിയാവ് ഉദ്ദേശിച്ചുകൊണ്ടാണ് പാലായനം ചെയ്തതെങ്കിൽ അവന് ദുനിയാവ് കരസ്ഥമാകും. പിന്നെ അതിനുശേഷം പറഞ്ഞു അവിമ്രാത്തിൻ യൻകിഹുഹാ, അതേ സമയത്ത് ഒരാളുടെ പാലായനം ഒരു സ്ത്രീയെ വിവാഹം ചെയ്യണം എന്ന ഉദ്ദേശമാണ്. ആ ഉദ്ദേശം വെച്ചുകൊണ്ടാണ് പാലായനം ചെയ്തതെങ്കിൽ യൻകിഹുഹാ ആ സ്ത്രീയെ അവന് വിവാഹം ചെയ്യാൻ പറ്റും. അപ്പൊ ഇവിടെ എന്തിനാണ് ഇവിടെ ദുനിയാവ് പറഞ്ഞതിന് ശേഷം സ്ത്രീയെ പറഞ്ഞത്? കാരണം ദുനിയാവിൽ പെട്ട തന്നെയാണല്ലോ സ്ത്രീ. പിന്നെന്തിനാണ് രണ്ടാമത് അതൊന്ന് ആവർത്തിച്ച് പറയാൻ കാരണം, പ്രത്യേകം എടുത്തു പറയാൻ കാരണം? അതിന് പണ്ഡിതന്മാര് പറഞ്ഞു, അവിടെ എടുത്തു പറയാൻ കാരണം ഈ ഹദീസ് വരാൻ കാരണം ഒരു കാരണമുണ്ട്. ആ കാരണത്തിലേക്ക് സൂചിപ്പിച്ചുകൊണ്ടാണ് ഈ ഹദീസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാനുള്ള കാരണം എന്തായിരുന്നു? അത് ഇങ്ങനെ മറ്റൊരു റിപ്പോർട്ടിൽ നമുക്ക് കാണാൻ പറ്റും. കാന ഫീനാ റജുലുൻ, ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയാണ്, ഞങ്ങളെ കൂട്ടത്തിൽ ഒരു മനുഷ്യനുണ്ടായിരുന്നു. ആ മനുഷ്യൻ ഖതബ ഇംറഅതൻ, ഒരു സ്ത്രീയെ വിവാഹാലോചന നടത്തി. യുഖാലു ലഹാ ഉമ്മ ഖൈസ്,
അവളുടെ പേര് ഉമ്മു ഖൈസി എന്നാണ്. അപ്പൊ ഉമ്മു ഖൈസി എന്ന് പറയുന്ന ഒരു സ്ത്രീയെ വിവാഹാലോചന നടത്തി. ഫഅബത് അൻ തതസവ്വജഹു, അദ്ദേഹത്തിന് വിവാഹിതനാകാൻ ഈ ഉമ്മു ഖൈസി വിസമ്മതിച്ചു. ഹത്താ യുഹാജറ, നിങ്ങൾക്ക് എന്നെ കെട്ടണമെങ്കിൽ, എന്നെ വിവാഹം ചെയ്യണമെങ്കിൽ നിങ്ങൾ ഹിജറ പോയാൽ മാത്രമേ വിവാഹം ചെയ്യാൻ പറ്റുകയുള്ളൂ, അല്ലാതെ വിവാഹം ചെയ്യാൻ കഴിയുകയില്ല എന്ന് പറഞ്ഞു. ഫഹാജറ, അപ്പോൾ അദ്ദേഹം ഹിജറ പോയി. അങ്ങനെ ഫതസവ്വജഹ, അവളെ വിവാഹം കഴിച്ചു. അപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് പറയുന്നത്. അഥവാ ഇദ്ദേഹം ആ സ്ത്രീയെ ഉദ്ദേശിച്ചുകൊണ്ടാണ്, അത് ആ പെണ്ണിനെ വിവാഹം ചെയ്യാൻ ഉദ്ദേശിച്ചുകൊണ്ടാണ് ഹിജറ പോയിട്ടുള്ളത്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്, അതിലേക്ക് സൂചിപ്പിക്കാൻ വേണ്ടിയാണ് ദുനിയാവ് പറഞ്ഞതിന് ശേഷം ദുനിയാവിൽപ്പെട്ട സ്ത്രീയെ പ്രത്യേകം എടുത്തു പറയാൻ കാരണം എന്ന് പണ്ഡിതന്മാര് വിശദീകരിക്കുന്നു. അപ്പൊ ഏതായിരുന്നാലും ഒരു മനുഷ്യൻ, ആ മനുഷ്യന്റെ ഉദ്ദേശം, ആ ഉദ്ദേശത്തിൽ അവൻ പ്രവർത്തിക്കുകയാണെങ്കിൽ ആ ലക്ഷ്യത്തിലേക്ക്, ആ ഉദ്ദേശത്തിലേക്ക് അവൻ എത്താൻ പറ്റും എന്നതാണ് ഈ ഹദീസ് നമുക്ക് നൽകുന്ന പാഠം. അപ്പൊ ഒരു മനുഷ്യൻ നന്നാവണം എന്ന് ഉദ്ദേശിച്ചുകൊണ്ട് അതിനുള്ള പ്രവർത്തനങ്ങൾ നടത്തുകയാണെങ്കിൽ അവൻ നന്നാവും എന്നത് ഉറപ്പാണ്. അതേ സമയത്ത് ചീത്തയാവണം എന്നുദ്ദേശിച്ചുകൊണ്ട് അതിൻ്റെതാകുന്ന പ്രവൃത്തികളുമായി പോകുന്നവൻ അവൻ ചീത്തയായും പോകും, അതും ഉറപ്പാണ്. അപ്പൊ ഇന്നമൽ അഅ്മാലു ബിന്നിയാത്ത്, നിയ്യത്ത് നമ്മുടെ മനസ്സിൽ, ഒരാൾക്ക് ഉയർച്ച ലക്ഷ്യമുണ്ട്, ആത്മീയമായ ഉന്നതിയിലെത്തണം, അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ചെയ്താൽ അവൻ ആ ഉന്നതിയിലേക്ക് ഉയർന്നു പോവുക തന്നെ ചെയ്യും, അതൊരു സംശയമില്ല. പക്ഷെ അതിനെന്ത് വേണം? നല്ല നിയ്യത്ത് വേണം, പിന്നീട് പ്രവർത്തിക്കണം. ഇതൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ അത് ഉയർച്ചയിലേക്ക് നമ്മൾ കയറിപ്പോവുകയുള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കുക. അപ്പൊ മൊത്തത്തിൽ പറഞ്ഞാൽ ഈ ഹദീസ് നമുക്ക് പഠിപ്പിക്കുന്നത്, നമ്മൾ ചെയ്യുന്ന ഏത് കർമ്മങ്ങളും അത് അള്ളാഹുവിന്റെ പൊരുത്തം മാത്രം ഉദ്ദേശിച്ചുകൊണ്ട്, ആത്മാർത്ഥമായി നല്ല ഉദ്ദേശം വെച്ചുകൊണ്ടായിരിക്കണം. അല്ല ദുനിയാവാണോ അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത്, ഒരിക്കലും തന്നെ അത് ആഖിറത്തിൽ നമുക്ക് ഫലം ലഭിക്കുകയില്ല, ദുനിയാവിൽ അതൊക്കെ കലാശിക്കും എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. ഇപ്പൊ തന്നെ നമുക്കറിയാലോ, ചില ആളുകളൊക്കെ താടി വെക്കാറുണ്ട്, യുവാക്കളായ ആളുകൾ. ആ യുവാക്കൾ താടി വെക്കുന്നത് എങ്ങനെയാണ്? താടി വെക്കുന്നത് അത് അള്ളാഹുവിന്റെ റസൂലിന്റെ സുന്നത്താണ് എന്നുള്ള നിലക്കല്ല. പിന്നെ ഏതോ ഒരു നടനെ, ആ നടന്റെ അങ്ങനെയാണ് താടി വെച്ചിട്ടുള്ളത്, മോഡൽ, അതെ, ഒരു മോഡലിന് വേണ്ടി ഏതോ ഒരു നടൻ അല്ലെങ്കിൽ ഏതോ ഒരു താരം അങ്ങനെയാണ് മുടി ഷെയ്പ്പ് ചെയ്തിട്ടുള്ളത്. അപ്പൊ അതിനനുസരിച്ച് അവരെ പിന്തുടർന്നുകൊണ്ട് അവരുടെ മോഡലിലേക്ക് നീങ്ങുകയാണ്. അപ്പൊ ഇവിടെ ആരെയാണ് ഇവർ അനുകരിക്കുന്നത്? ആ നടനെയാണ്, അല്ലെങ്കിൽ താരത്തെയാണ്, അല്ലാതെ യഥാർത്ഥത്തിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചര്യ പിൻപറ്റിക്കൊണ്ടല്ല. അപ്പോ നബിതങ്ങളുടെ ചര്യ പിൻപറ്റിക്കൊണ്ട് ചെയ്യുന്നു എന്ന ഉദ്ദേശത്തിൽ ചെയ്യുമ്പോൾ മാത്രമേ ആ താടി വെച്ചതിന്റെ കൂലി കിട്ടൂ. അല്ലാതെ എന്ത് ഷേപ്പിൽ വെച്ചിട്ടും കാര്യമില്ല. എത്ര നല്ല രൂപത്തിൽ, ഇസ്ലാമിക രൂപത്തിൽ വെച്ചിട്ടും കാര്യമല്ല, അത് ഇസ്ലാമുമായിട്ട് ബന്ധമല്ല. കാരണം നീയത്ത് മാറുന്നത് കൊണ്ട്. അത് പ്രത്യേകം നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു വിഷയമാണ്. പ്രത്യേകിച്ച് അത്തരം ആ നിലക്ക് താടി ശരിയാക്കുന്ന ചെറുപ്പക്കാരൊക്കെ മനസ്സിലാക്കി വെക്കുന്നത് നല്ലതാണ് എന്ന് ഓർമ്മപ്പെടുത്തും. എന്ന് മാത്രമല്ല, ജോലി ചെയ്യുമ്പോൾ വരെ, ഹലാലായ പണം സമ്പാദിക്കുമ്പോൾ വരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അവിടുന്ന് പറയാണ്, മൻ തലബൽ ഹലാല മാലൽ ഹലാല ഇസ്തിഗ്ഫാഫൻ അനിൽ മസ്അല വസഅയൻ അലാ അഹ്ലിഹി വജീറാനിഹി ലഖിയല്ലാഹു തആല വവജ്ഹുഹു മിസ്ലുൽ ഖമരി ലൈലത്തുൽ ബദ്രി. ഇവരങ്ങൾ പറയാണ്,
രണ്ട് മനുഷ്യനെ പരിചയപ്പെടുത്താൻ. ഒന്നാമത്തെ മനുഷ്യൻ മൻ തലബൽ മാലൽ ഹലാൽ, അയാൾ ഹലാലായ സമ്പത്താണ് അന്വേഷിക്കുന്നത്. എന്തിനാണ് ഹലാലായ സമ്പത്ത് അന്വേഷിക്കുന്നത്? ഇസ്തിഫാഫൻ അനിൽ മസല, മറ്റുള്ളവരോട് ചോദിക്കാതെ ജീവിക്കണം, മാന്യതയോടുകൂടെ ജീവിക്കണം എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ ചിന്തയോടുകൂടെ. മാത്രമല്ല വസയ്യൻ അല അഹ്ലിഹി വജീറാനിഹി, അവന്റെ കുടുംബത്തിനും അയൽവാസികൾക്കും മറ്റുമൊക്കെ സഹായിക്കുവാനും. അപ്പൊ അവന്റെ കുടുംബത്തെ പോറ്റാനും അയൽവാസികൾക്ക് സഹായിക്കാനും അതോടൊപ്പം തന്നെ മറ്റുള്ളവരോട് എറിഞ്ഞു ജീവിക്കണ്ടല്ലോ, അതിൽ നിന്നുള്ള സലാമത്തായി വളരെ അഭിമാനത്തോടുകൂടെ ജീവിക്കാനും ആ ഉദ്ദേശം വെച്ചുകൊണ്ടാണ് ഒരാൾ ഹലാലായ സമ്പത്ത് അന്വേഷിക്കുന്നത് എങ്കിൽ ലഖിയല്ലാഹു തആല, അള്ളാഹുവിനെ അവൻ കണ്ടുമുട്ടുന്നതാണ്. അള്ളാഹുവിനെ അവൻ കണ്ടുമുട്ടുന്നതാണ്. എങ്ങനെ കണ്ടുമുട്ടും? വവജ്ഹുഹു മിസ്ലുൽ ഖമരി ലൈലത്തുൽ ബദ്രി, പൗർണമി രാവിൽ ചന്ദ്രൻ എങ്ങനെ പ്രകാശിച്ചു നിൽക്കും ആ നിലക്ക് അവന്റെ മുഖം പ്രകാശിക്കുന്നവനായി അള്ളാഹുവിനെ അവന് കണ്ടുമുട്ടാൻ പറ്റും. അത്രയും ശോഭയോടുകൂടെ അവന്റെ മുഖമുണ്ടാകും. ആ നിലക്കായിരിക്കും അള്ളാഹുവിനെ അവൻ കണ്ടുമുട്ടുന്നത് എന്ന് സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതേ സമയത്ത് വേറൊരു മനുഷ്യൻ മമൻ തലബൽ മാലൽ ഹലാല, അയാളും ഹലാലായ സമ്പത്ത് തന്നെയാണ് അന്വേഷിക്കുന്നത്. പക്ഷെ അവിടെ ഉദ്ദേശം മാറിപ്പോയി. എന്താ അയാളുടെ ഉദ്ദേശം? അയാളുടെ ഉദ്ദേശം മുഫാഖിറൻ മുറായിയൻ, ജനങ്ങളുടെ ഇടയിൽ പവർ മേടിക്കാൻ വേണ്ടിയാണ്. ഞാനാണ് വലിയ പണക്കാരന്, എന്നേക്കാൾ വലിയ പണക്കാരനില്ല, എന്നേക്കാൾ വലിയ വീട് ഇവിടെ ഉള്ളവനില്ല, എന്നേക്കാൾ വലിയ ഷോപ്പിംഗ് മാളുകളിൽ ഉള്ളവൻ ഇല്ല. ഇങ്ങനെയുള്ള പവർ നടിക്കാൻ വേണ്ടി, ആളുകളുടെ ഇടയിലുള്ള പൊങ്ങച്ചത്തിന് വേണ്ടിയും ജനങ്ങളെ കാണിക്കാനും വേണ്ടി അങ്ങനെയാണ് ഒരാൾ സമ്പത്ത് അന്വേഷിക്കുന്നതെങ്കിൽ ലഖിയല്ലാഹ, അല്ലാഹുവിനെ അവൻ കണ്ടുമുട്ടുമ്പോൾ വഹുവ അലൈഹി ഗളബാൻ, അല്ലാഹു അവന്റെ മേൽ കോപിഷ്ഠനായിരിക്കും, അല്ലാഹു അവന്റെ മേലിൽ ദേഷ്യം പിടിച്ചവനായിരിക്കും. നോക്കൂ നിങ്ങൾ, ഇവിടെ രണ്ട് ആളുകളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പരിചയപ്പെടുത്തുകയാണ്. അയാളും രണ്ടുപേരും അന്വേഷിക്കുന്നത് ഹലാലായ സമ്പത്ത് തന്നെയാണ്. ഹലാലായ സമ്പത്താണ് രണ്ടുപേരും അന്വേഷിക്കുന്നത്. പക്ഷേ ഒരാൾ അദ്ദേഹത്തിന്റെ മനസ്സ് ശുദ്ധിയാണ്, നല്ലതാണ് അദ്ദേഹത്തിന്റെ ഉദ്ദേശം, കുടുംബത്തെ പോറ്റലാണ്, അതുപോലെ തന്നെ അയൽവാസികൾക്ക് സഹായിക്കലാണ്, അതുപോലെ ഇറന്നു ജീവിക്കുന്നതിൽ നിന്ന് സംരക്ഷണം കിട്ടലാണ്. ഇങ്ങനെ നല്ല ഉദ്ദേശം വെച്ചുകൊണ്ടാണ് ഒരാൾ ഹലാലായ സമ്പത്ത് അന്വേഷിക്കുന്നത്. അതേ സമയത്ത് മറ്റേയാള് അങ്ങനത്തെ ഉദ്ദേശമല്ല, മറിച്ച് ആളുകളുടെ ഇടയിൽ എനിക്കൊരു വലിയ സ്ഥാനം കിട്ടണം, ഞാനായിരിക്കണം ഇവിടുത്തെ ഏറ്റവും വലിയ പ്രമാണി, എന്നേക്കാൾ വലിയ ഒരു വീടുള്ളവനോ കച്ചവടമുള്ളവനോ അല്ലെങ്കിൽ മറ്റു സ്വാധീനമുള്ളവനോ ഉണ്ടാകാൻ പാടില്ല എന്ന നിലക്കുള്ള ചിന്തയോടുകൂടെയാണ് അവൻ അധ്വാനിക്കുന്നതും സമ്പത്തിനു വേണ്ടി ഓടുന്നതും. അങ്ങനെ അവന്റെ മനസ്സ് ശുദ്ധിയില്ലാത്തത് കൊണ്ട് അള്ളാഹു അവന്റെ മേൽ കോപിഷ്ഠനാണ് എന്നാണ് സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ നന്നായി ശ്രദ്ധിക്കണം. ഏത് കാര്യം നമ്മൾ ചെയ്യുമ്പോഴും നമ്മൾ അള്ളാഹുവിന്റെ വജ്ഹ് മാത്രം ഉദ്ദേശിച്ചുകൊണ്ട്, റബ്ബിന്റെ പൊരുത്തം ഉദ്ദേശിച്ചുകൊണ്ട് നമ്മുടെ മനസ്സ് നന്നാക്കി, നമ്മളെ നീയത്ത് നന്നാക്കി നമ്മൾ ചെയ്യണം. അതെപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം എന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ്. ഇന്ന് ഇൻഷാ അല്ലാഹ് തൽക്കാലം ഇവിടെ നമുക്ക് അവസാനിപ്പിക്കാം. ബാക്കിയുള്ള ഭാഗങ്ങളിലേക്ക് അടുത്ത ആഴ്ച നമുക്ക് കടക്കാവുന്നതാണ്. അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാവട്ടെ. എല്ലാവരും ദുആ ചെയ്യണം എന്ന് വസിയത്ത് ചെയ്യുകയാണ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ്
وعلى آله وأصحابه أجمعين أما بعد. وعلى آله وأصحابه أجمعين. അല്ലാഹു തആല നമ്മൾ പറഞ്ഞതും കേട്ടതും എല്ലാം സ്വീകരിക്കുമാറാവട്ടെ. റബ്ബ് സുബ്ഹാനഹു വ തആല നല്ലത് കേൾക്കാനും മനസ്സിലാക്കാനും ഉൾക്കൊണ്ട് ജീവിക്കാനും നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. നമ്മുടെ എല്ലാ കാര്യങ്ങളിലും അല്ലാഹു ഖൈറും ബറക്കത്തും ഏറ്റിത്തരുമാറാവട്ടെ. എല്ലാ പ്രയാസങ്ങളും അല്ലാഹു തീർത്തരുമാറാവട്ടെ. പരിശുദ്ധ റബീഉൽ അവ്വൽ മാസം നമ്മിലേക്ക് ആഗതമായി. ആ റബീഇനെ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പൊരുത്തപ്പെട്ട നിലക്ക് സ്വീകരിച്ച് അവിടത്തേക്ക് തൃപ്തിയാകുന്ന നിലക്ക് യാത്രയാക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. എല്ലാവിധ പ്രയാസങ്ങളിൽ നിന്നും അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയ എല്ലാ ആളുകൾക്കും പൊറുക്കുകയും അവരുടെ പരലോക ജീവിതം സന്തോഷത്തിലാക്കുകയും ചെയ്യുമാറാവട്ടെ. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.